2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വന്നത് ആരെല്ലാമാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ. രണ്ടാമത്തെ ചോദ്യം: യേശു എന്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന് എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്? ഉത്തരം: ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. മൂന്നാമത്തെ ചോദ്യം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആരോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്നാണ് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്? ഉത്തരം: ജനപ്രമാണികളോടുകൂടെ. നാലാമത്തെ ചോദ്യം: യേശു എവിടെ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ വന്ന് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്? ഉത്തരം: ദേവാലയത്തിൽ. അഞ്ചാമത്തെ ചോദ്യം: യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ വന്ന് ചോദിച്ചത് എന്ത്? ഉത്തരം: എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. ആറാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ആരോട് ചോദിച്ചു? ഉത്തരം: യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടുമായി. ഏഴാമത്തെ ചോദ്യം: പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ഏത് ചോദ്യത്തിനുള്ള മറുപടിയായാണ് യേശു യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചത്? ഉത്തരം: എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം. എട്ടാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്ന് എന്ന് മറുപടി പറഞ്ഞാൽ എന്ത് തിരിച്ചു ചോദിച്ചേക്കാം എന്നാണ് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും സംശയിച്ചത്? ഉത്തരം: പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന്. ഒൻപതാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് മനുഷ്യരിൽ നിന്ന് എന്ന് മറുപടി പറഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നാണ് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും കരുതിയത്? ഉത്തരം: ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. പത്താമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയുമെന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ചിന്തിക്കാൻ കാരണമെന്ത്? ഉത്തരം: യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 11ാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും മറുപടി എന്തായിരുന്നു? ഉത്തരം: എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 12ാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പ്രവാചകരും നിയമജ്ഞരും പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്ത്? ഉത്തരം: എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. 13ാമത്തെ ചോദ്യം: മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെ ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് തോട്ടമുടമ ആരെയാണ് ആദ്യം കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം: ഒരു ഭൃത്യനെ. 14ാമത്തെ ചോദ്യം: മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടമുടമ ആദ്യം അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? ഉത്തരം: അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 15ാമത്തെ ചോദ്യം: മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് തോട്ടമുടമ രണ്ടാമത് അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? ഉത്തരം: അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 16ാമത്തെ ചോദ്യം: മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കുന്നതിന് തോട്ടമുടമ അയച്ച മൂന്നാമത്തെ ഭൃത്യനെ കൃഷിക്കാർ ചെയ്തതെന്ത്? ഉത്തരം: പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. 17ാമത്തെ ചോദ്യം: മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഓഹരി ശേഖരിക്കുന്നതിന് അയച്ച 3 ഭൃത്യന്മാരോടും കൃഷിക്കാർ ചെയ്തതറിഞ്ഞ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതെന്ത്? ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. 18ാമത്തെ ചോദ്യം: മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഓഹരി ശേഖരിക്കുന്നതിന് തോട്ടമുടമ തൻ്റെ പുത്രനെ അയക്കുമ്പോൾ എന്താണ് അവൻ ചിന്തിച്ചത്? ഉത്തരം: അവനെ കൃഷിക്കാർ മാനിച്ചേക്കും. 19ാമത്തെ ചോദ്യം: മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കാൻ അയച്ച പുത്രനെ കണ്ട കൃഷിക്കാർ പരസ്പരം പറഞ്ഞതെന്ത്? ഇവനാണ് അവകാശി,
ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. 20-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരുടെ അടുത്തേക്ക് പുത്രനെ അയച്ചപ്പോൾ ഇവനെ നമുക്ക് കൊന്നുകളയാമെന്ന് കൃഷിക്കാർ പരസ്പരം പറഞ്ഞതിന് കാരണം? ഉത്തരം, ഇവനാണ് അവകാശി, അപ്പോൾ അവകാശം നമ്മുടേതാകും. 21-ാമത്തെ ചോദ്യം, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. ആരുടെ വാക്കുകൾ? ഉത്തരം, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ. 22-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനോട് കൃഷിക്കാർ ചെയ്തതെന്ത്? ഉത്തരം, തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 23-ാമത്തെ ചോദ്യം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഉപമയിലാണ്? ഉത്തരം, മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ. 24-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ തോട്ടത്തിലെ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എപ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ തോട്ടമുടമ അയച്ച് ഭൃത്യന്മാരോടും പുത്രനോടും ചെയ്തതറിഞ്ഞ്. 25-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെ ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് വിശ്വസിച്ച് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാര്? ഉത്തരം, നിയമജ്ഞരും പ്രധാന പുരോഹിതരും. 26-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെ ഉപമ പറഞ്ഞപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് കാരണം? ഉത്തരം, തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കി. 27-ാമത്തെ ചോദ്യം, ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നതാര്? ഉത്തരം, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 28-ാമത്തെ ചോദ്യം, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആരെ അയച്ചാണ് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത്? ഉത്തരം, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 29-ാമത്തെ ചോദ്യം, നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നതാര്? ഉത്തരം, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 30-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത്? ഉത്തരം, യേശുവിനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ. 31-ാമത്തെ ചോദ്യം, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം, നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 32-ാമത്തെ ചോദ്യം, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം, നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. 33-ാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ, ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് എന്ന് യേശു ചോദിച്ചത് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ എന്ത് ചോദിച്ചപ്പോഴാണ്? ഉത്തരം, ഞങ്ങൾ സീസറിനു നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ. 34-ാമത്തെ ചോദ്യം, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക, ആര് ആരോട് പറഞ്ഞു? ഉത്തരം, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അയച്ച ചാരന്മാരോട് യേശു പറഞ്ഞു. 35-ാമത്തെ ചോദ്യം, പുനരുദ്ധാനം നിഷേധിക്കുന്ന ഏത് വിഭാഗത്തെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സദുക്കായർ. 36-ാമത്തെ ചോദ്യം, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന മോശ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാര്? ഉത്തരം, സദുക്കായരിൽ ചിലർ. 37-ാമത്തെ ചോദ്യം, വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് ആര് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സദുക്കായരിൽ ചിലർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, മോശ. 38-ാമത്തെ ചോദ്യം, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു, എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയിർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. യേശു ആരോടാണിത് പറഞ്ഞത്? ഉത്തരം, സദുക്കായരിൽ ചിലരോട്. 39-ാമത്തെ ചോദ്യം, ആരെല്ലാമാണ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. 40-ാമത്തെ ചോദ്യം, ആരാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. 41-ാമത്തെ ചോദ്യം, പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്?
ഉത്തരം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവരെ. 42-ാമത്തെ ചോദ്യം, വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എപ്രകാരമുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. 43-ാമത്തെ ചോദ്യം, മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കും എന്ന് കാണിച്ചു തന്നതാരാണ്? ഉത്തരം മോശ. 44-ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് മോശ കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നത്? ഉത്തരം മുൾപ്പടർപ്പിങ്കൽ വെച്ച്. 45-ാമത്തെ ചോദ്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം സങ്കീർത്തന പുസ്തകത്തിൽ. 46-ാമത്തെ ചോദ്യം, ആരാണ് നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് യേശു പറഞ്ഞത്? ഉത്തരം നിയമജ്ഞർ. 47-ാമത്തെ ചോദ്യം, വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നിയമജ്ഞരെക്കുറിച്ച്. 48-ാമത്തെ ചോദ്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ആരുടെ വാക്കുകൾ? ഉത്തരം ദാവീദിൻ്റെ.